കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചില കുറിപ്പുകളും വീഡിയോകളും പ്രചരിക്കുന്നത് കാണാനിടയായി. റോഷി അഗസ്റ്റിൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു, മാണി ഗ്രൂപ്പിലെ MLA-മാർ സ്ഥാനം രാജിവെക്കുന്നു, അങ്ങനെ തുടങ്ങി ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്ന MLA-മാരും മന്ത്രിയും അടക്കം മുഴുവൻ നേതാക്കളും ജോസഫ് ഗ്രൂപ്പിൽ ചേരുന്നു. ഇങ്ങനെ പോകുന്നു നുണവാർത്തകൾ. 5 MLA-മാർ ഒരുമിച്ച് രാജിവെച്ചാലോ അവരുടെ പിന്തുണ പിൻവലിച്ചാലോ ഒരു മന്ത്രിസഭയെ അട്ടിമറിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ആരെങ്കിലും കറക്കുന്ന പശുവിനെ വിറ്റിട്ട് തൊഴിക്കുന്ന കാളയെ മേടിക്കൂ. എൻ്റെ ഒരു സംശയമാണ്. വ്യാജ വാർത്തകൾ പടച്ചുവിടുമ്പോൾ അതിനൊരു വിശ്വാസ്യതയും കൂടി തോന്നിക്കുന്ന രീതിയിൽ വേണം. അതാരായാലും ജോസ് കെ മാണി പാർട്ടിയിൽ നിന്ന് വിട്ടുപോയാലും റോഷി അഗസ്റ്റിനോ N ജയരാജനോ പാർട്ടി വിട്ടു പോകുന്ന പ്രശ്നമേയില്ല. എന്നാൽ ചോദിക്കും, മറ്റുള്ളവർ പോകുമോ എന്ന്. ഒരു വാർഡ് പ്രസിഡന്റ് പോലും പോകില്ല. എന്തിനറിയാം, ഒരു ബൂത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകൻ പോലും പോകില്ല. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറ ചാലക ശക്തികൾ ആരാണെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടന്ന ജോസഫ് ഗ്രൂപ്പിന്റെ അടിയന്തര നേതൃയോഗത്തിന്റെ അജണ്ട PJ ജോസഫ് MLA സ്ഥാനം രാജിവെച്ച് വയനാട് ഉപതെരഞ്ഞെടുപ്പിനൊപ്പം ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫിനെ നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്നതായിരുന്നു. പോയപ്പോക്കെ ഒരിക്കലും ഒന്നാം നിരയിലേക്ക് എത്തുകയില്ലെന്ന് ഉറപ്പുള്ള ചില രണ്ടാം കിട നേതാക്കന്മാർ അവരപ്പുവിന്റെ അപ്രമാദിത്വം അംഗീകരിച്ച് അടുത്ത തലമുറയിലെങ്കിലും തങ്ങൾക്ക് നിലയും വിലയും ഉണ്ടാകട്ടെ എന്ന് കരുതി അപ്പുവിനെ താക്കോൽ സ്ഥാനത്ത് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് അദ്ദേഹം ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുവെന്നാണ് അറിയുന്നത്. ചെയർമാന്റെ മകൻ എന്ന പരിഗണന മാത്രം വെച്ചുകൊണ്ട് പാർട്ടി പരിപാടികളിൽ മുഖ്യസ്ഥാനം അലങ്കരിക്കുകയും പോസ്റ്ററുകളിലും ബാനറുകളിലും അപ്പുവിന്റെ മുഖം അച്ചടിച്ചു വെക്കുകയും ചെയ്യുന്നതിനെ MJ ജേക്കബിനോടൊപ്പം മറ്റു പലരും ശക്തമായി എതിർത്തു. മകനെ പിന്തുടർച്ചാവകാശം ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ച് നടത്തിയ ആ ഉന്നതാധികാര സമിതി യോഗം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ആ പാർട്ടിയിൽ, അതായത് സ്വന്തം പാർട്ടിയിൽ ജോസഫിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയത് അക്ഷരാർത്ഥത്തിൽ ജോസഫിനെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ഞെട്ടലിൽ നിന്നും ഇതുവരെ ജോസഫ് മുക്തനായിട്ടില്ല. തൻ്റെ പണം മുടക്കി പാർട്ടിക്ക് വേണ്ടി ഫ്ലെക്സും പോസ്റ്ററും അടിച്ചടിക്കുമ്പോൾ അതിൽ തൻ്റെ ഫോട്ടോ വയ്ക്കാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്ന് അപ്പു ജോൺ ജോസഫ് MJ ജേക്കബിന്റെ ചെവിയിൽ പറഞ്ഞുവെന്നാണ് അറിയുന്നത്. എൻ്റെ ഫോട്ടോ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ഫ്ലെക്സും പോസ്റ്ററും അച്ചടിച്ച് വെക്കണമെന്നും താക്കീത് നൽകി. ജോസ് കെ മാണി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും നല്ലൊരു പാർലമെന്റേറിയൻ ആയതും മുൻനിര നേതാവായി വളരുകയും ചെയ്യുന്നത് അത് കണ്ടപ്പോൾ മുതൽ അപ്പുവിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടായി. അയാളെ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. സ്വന്തം അപ്പന്റെ പാർട്ടിയല്ലേ, എന്തുകൊണ്ട് ആയിക്കൂടാ എന്നാണ് ആ കുഞ്ഞു മനസ്സ് ചോദിക്കുന്നത്. അതിനിടയിലാണ് മാറി വന്ന ഭരണത്തിൽ മന്ത്രിയാകാൻ അതിനുവേണ്ടി ഒരു കൊല്ലം മുമ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ച് LDF-ൽ നിന്ന് UDF-ലേക്ക് ജോസഫ് ചേക്കേറിയത്. KM മാണി രോഗാവസ്ഥയിൽ എത്തിയതോടുകൂടി പാർട്ടിയിൽ പിടിമുറുക്കി സംയുക്ത കേരള കോൺഗ്രസിന്റെ ചെയർമാനാകാൻ ശ്രമിച്ച ജോസഫിനെ വെട്ടിലാക്കിയതും മകൻ അപ്പു ജോൺ ജോസഫ് ആണെന്നാണ് പറയുന്നത്. പാർട്ടി പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി തന്ത്രപൂർവ്വം ജോസ് കെ മാണിയെ സംസ്ഥാനത്ത് നിന്ന് ഓടിക്കാനും കോട്ടയം പാർലമെന്റ് പിടിച്ചെടുക്കാനും വേണ്ടിയായിരുന്നു രാജ്യസഭ ജോസ് കെ മാണിയുടെ തലയിൽ ബോധപൂർവം കെട്ടിവെച്ചത്. അന്ന് കാര്യവിവരമുള്ള പലരും ജോസ് കെ മാണിയോട് രാജ്യസഭ ഏറ്റെടുക്കരുതെന്ന് പലവട്ടം ആവർത്തിച്ചെങ്കിലും PJ ജോസഫിന്റെ കയ്യിൽ നിന്ന് അച്ചാരം പറ്റിയ ചില പന്തലുകെട്ടുകാരും രാഷ്ട്രീയ നിരക്ഷരരും അവർ ചേർന്ന് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിയുടെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ KM മാണിയുടെ മരണശേഷം പാലായിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പാലായിൽ നിന്ന് പുഷ്പം പോലെ ജയിച്ചു കയറിയെന്ന്. KM മാണിയുടെ മരണശേഷം പാർട്ടിയുടെ ചെയർമാനായി PJ ജോസഫിനെ അവരോധിക്കുന്ന കാര്യത്തിൽ ജോസ് കെ മാണിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലായിരുന്നു. ദോഷം പറയരുതല്ലോ. പിതാവായ KM മാണിയുടെ 40ാം ചരമദിന ചടങ്ങുകളെ പറ്റി സംസാരിക്കാനായി ഒരു സന്ധ്യയ്ക്ക് CF തോമസിന്റെ വീട്ടിലെത്തിയ ജോസ് കെ മാണി ഈ വിഷയത്തിലുള്ള തന്റെ അഭിപ്രായം CF തോമസിനെ നേരിട്ട് അറിയിച്ചതാണ്. തനിക്ക് യാതൊരു വിരോധവുമില്ല, സമ്മതമാണെന്ന് ജോസഫിനെ ചെയർമാനാക്കാൻ. തുടർന്ന് അന്നേ ദിവസം രാത്രി 8 മണിക്ക് PJ ജോസഫിന്റെ പുറപ്പുഴയിലെ വീട്ടിലെത്തിയ ജോസിനോട് പാർട്ടി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജോസഫ് സാർ പറയുന്നത് പോലെ നടക്കട്ടെ എന്ന് മാത്രമാണ് ജോസ് കെ മാണി മറുപടി പറഞ്ഞത്. PJ ജോസഫ് പാർട്ടി ചെയർമാൻ ആവുന്നതിൽ തനിക്ക് എതിർപ്പില്ലെന്ന് ജോസ് ആണയിട്ട് പറഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ ജോയി എബ്രഹാമിനെ വീട്ടിലെത്തി കാണാൻ ശ്രമിച്ച ജോസിനോട്
താൻ പാലായിലുണ്ടെന്നും ഉടൻ തന്നെ കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് വരാമെന്നും പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ ജോസ് കെ മാണിയുടെ വീട്ടിലെത്തിയ പാർട്ടിയുടെ ഓഫീസ് ചാർജുള്ള ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം. അദ്ദേഹം ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ PJ ജോസഫിൻ്റെ ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്തു. ജോയി പറയുന്നത് പോലെയല്ല, ജോസിന് എല്ലാത്തിനും സമ്മതമാണ്. ഞാൻ ചെയർമാനാകുന്നതിൽ ജോസിന് ഒരു പരാതിയുമില്ലെന്നാണ് PJ ജോസഫ് ഫോണിലൂടെ ജോയിയോട് പറഞ്ഞത്. ജോസ് കെ മാണി ഇത് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജോയി തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി. മാണി ഗ്രൂപ്പിലെ പ്രമുഖരോട് ആലോചിക്കാതെ ഓരോ സ്ഥലത്തും ചെന്ന് ഓരോ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ട് പോരുന്നത് എന്തിനാണെന്ന് ജോയി എബ്രഹാം ജോസിനോട് ഉപദേശിച്ചു. തുടർന്ന് ജോയിയുടെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് രാത്രിയിൽ തന്നെ CF തോമസും തോമസ് ഉണ്ണിയാടനും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് യോഗം വിളിക്കുകയും PJ ജോസഫ് ചെയർമാനാകുന്നതിനൊപ്പം ജോസ് കെ മാണിയെ PJ ജോസഫിന്റെ സ്ഥാനത്ത് വർക്കിംഗ് ചെയർമാനായി നിയമിക്കണമെന്നും ആവശ്യപ്പെടാനും തീരുമാനിച്ചു. ആ ഗ്രൂപ്പ് യോഗം. ഇതെല്ലാം ഏകോപിപ്പിക്കാൻ ജോയി എബ്രഹാമിനെ ഗ്രൂപ്പ് യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. പിന്നീടാണ് പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധികൾ രൂപം കൊണ്ടത്. ജോസ് കെ മാണിയെ വൈസ് ചെയർമാനായി നിലനിർത്തുക മാത്രമേ ഉള്ളൂവെന്നും അകത്തോലിക്ക വിഭാഗത്തിൽ നിന്നും TU കുരുവിളെ കൂടി വൈസ് ചെയർമാനായി നിയമിക്കണമെന്നും PJ ജോസഫ് ആവശ്യപ്പെട്ടതായി ജോയി എബ്രഹാം ഗ്രൂപ്പ് യോഗത്തിൽ അറിയിച്ചു. ഇവിടെയാണ് അപ്പു ജോൺ ജോസഫിന്റെ ബുദ്ധി. ജോസ് കെ മാണിയെ വർക്കിംഗ് ചെയർമാനാക്കിയാൽ പാർട്ടി കൈവിട്ടു പോകുമെന്നും പിന്നെ തനിക്കൊരു ചാൻസ് ഇല്ല എന്നും ഉത്തമ ബോധ്യമുണ്ടായിരുന്ന അപ്പു PJ ജോസഫിന്റെ നാവിൽ കയറിയിരുന്നു പറഞ്ഞതാണ് ജോസിനെ വർക്കിംഗ് ചെയർമാൻ ആക്കുകയില്ലെന്നുള്ള തീരുമാനം. ജോസിനെ വർക്കിംഗ് ചെയർമാൻ ആക്കുമെന്നൊരു തീരുമാനം അന്ന് ജോസഫ് ഗ്രൂപ്പ് എടുത്തിരുന്നുവെങ്കിൽ പാർട്ടി പിളരുകയില്ലായിരുന്നു. ജോസ് പൊതുവെ പരസ്യമായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളല്ലാത്തത് കൊണ്ട് ഈ വക കാര്യങ്ങളിലെല്ലാം എതിരായ പൊതു ചർച്ചയുണ്ടായത് അതുകൊണ്ട് മാത്രമാണ്. 1964 രൂപീകൃതമായ കേരള കോൺഗ്രസ് പാർട്ടി അത് പിളർന്നതിന്റെയും ലയിച്ചതിന്റെയും മുഴുവൻ ഉത്തരവാദിത്വവും അതിന്റെ എല്ലാം ഗുണഭോക്താവും PJ ജോസഫ് മാത്രമാണെന്നിരിക്കെ മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒരുമിച്ച് നിൽക്കുന്ന കേരള കോൺഗ്രസിൽ തനിക്ക് ഒരു റോളും ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ മകൻ പാർട്ടി പിളർന്നാൽ മാത്രമേ തനിക്കൊരു പാർട്ടിയുടെ ചെയർമാനാകാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവോടെയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് ആ കുഞ്ഞു മനസ്സിൽ. അതിനുവേണ്ടിയാണ് കയ്യിൽ നിന്ന് പണം മുടക്കി ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ അടയിരിക്കുന്നത്. ചില യൂട്യൂബ് ചാനലുകളുടെ DNA പരിശോധിച്ചാൽ അതിലും അപ്പുവിന്റെ DNA കാണാൻ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള സംസാരം. മാണി ഗ്രൂപ്പിനെ UDF മുന്നണിയിൽ നിന്നും പുകച്ച് പുറത്താക്കിയതോടെ അപ്പുവിന്റെ ശ്രദ്ധ ഇനി സ്വന്തം പാർട്ടിയിലേക്കാണ്. ജനിച്ച കാലം മുതൽ PJ ജോസഫിന് തന്നെ തുണയായി നിന്ന മോൻസി ജോസഫിനെ അടിച്ചൊതുക്കിയില്ല എങ്കിൽ തനിക്ക് നിലനിൽപ്പില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പാർട്ടിയുടെ അടുത്ത ചെയർമാനായി ഫ്രാൻസിസ് ജോർജിനെ അവരോധിക്കാൻ വേണ്ടി ഇയാൾ പണിയെടുക്കുന്നത്. അതിനിടയിൽ PJ ജോസഫ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൊടുപുഴയിൽ മത്സരിച്ച് നിയമസഭയിൽ എത്തിയില്ലെങ്കിൽ പാലായിൽ ജോസ് കെ മാണിക്ക് സംഭവിച്ചത് തന്നെ തനിക്കും സംഭവിക്കുമെന്ന് കൃത്യമായ ബോധ്യം അയാൾക്കുണ്ടായി. എന്നാൽ MJ ജേക്കബിനെ പോലെ മുതിർന്ന നേതാക്കൾക്ക് അപ്പുവിനെ പോലെ ചോക്ലേറ്റ് പിള്ളേരുടെ കീഴിൽ പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പു ജോൺ ജോസഫ് തന്റെ കാശ് മുടക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് പോലെ മാണി ഗ്രൂപ്പിലെ MLA മാരോ നേതാക്കന്മാരോ അല്ല പാർട്ടി വിട്ട് ജോസഫ് ഗ്രൂപ്പിൽ ചേരാൻ പോകുന്നത്. അതൊരു മിഥ്യാബോധം മാത്രമാണ്. ഒരു മുൻ CPM MLA-യും CPI-യുടെ ഒരു MLA-യും നാളിതുവരെ അവരുണ്ടാക്കിയെടുത്ത എല്ലാ സൽപ്പേരുകളും കളഞ്ഞിട്ട് ജോസഫിന്റെ കൂടെ കൂടാൻ പോകുന്നുവെന്ന് പരസ്യം കൊടുക്കുന്നത് ജോസഫ് ഗ്രൂപ്പിൽ ചീഞ്ഞു നാറുന്നത് പുറത്തറിയിക്കാതിരിക്കാനാണെന്ന് കപ്പയും കഞ്ഞിയും കഴിക്കുന്ന ഏത് തൊടുപുഴക്കാരനും അറിയാം. അവരവരുടെ പാർട്ടി വിട്ട് ജോസഫ് ഗ്രൂപ്പിൽ അലിഞ്ഞു ചേരുമെന്ന് പറയാനുള്ള തൊലിക്കെട്ടിയുണ്ടല്ലോ, അതിനെ നമിക്കാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാൻ സാധിക്കുന്നത്? അല്പം പോലും ഉളുപ്പില്ലല്ലോ. ഫ്രാൻസിസ് ജോർജ് തനിക്ക് ഭാവിയിൽ ഭീഷണിയാകാതിരിക്കാൻ ഒന്ന് ചവിട്ടി ഒതുക്കാൻ തുനിഞ്ഞതും അപ്പു ആണെന്നാണ് പിന്നാമ്പുറ സംസാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഫ്രാൻസിസ് ജോർജിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പും കള്ളപ്പണ ഇടപാടും ഒക്കെ അതിൻ്റെയൊക്കെ മുഴുവൻ രേഖകളും പാർട്ടി വിട്ടുപോയ സജി മഞ്ഞക്കടമ്പൻ്റെ പക്കൽ എത്തിച്ചതും അപ്പു തന്നെയാണെന്നാണ് കരക്കമ്പി. ഇതുപോലെ തന്നെയായിരുന്നു ജോസഫിൻ്റെ ചരിത്രവും. ജോസഫ് ഇതുപോലൊക്കെയായിരുന്നു.
പാർട്ടി രൂപീകരിക്കുന്ന കാലത്ത് വള്ളി നിക്കറുമിട്ട് നടന്നിരുന്ന ജോസഫ് 70-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് പാർട്ടിയിൽ കയറിപ്പറ്റിയത്. കെ എം മാണിയെയും കെ എം ജോർജിനെയും തെറ്റിച്ച് പാർട്ടി രണ്ടാക്കി. പിന്നീട് മാണിയോട് ഉടക്കി പുതിയ പാർട്ടി രൂപീകരിച്ചു. 84-ൽ മാണിയെ സ്നേഹിച്ച് വീണ്ടും കൂടെ കൂടി. 86-ൽ ബോധപൂർവം ഉടക്കുണ്ടാക്കി പടിയിറങ്ങി. ഒടുവിൽ 2010-ൽ VS അച്യുതാനന്ദൻ തിരുവനന്തപുരം നഗരവികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകുമെന്ന് കണ്ടപ്പോൾ വീണ്ടും മാണിയുടെ കാൽച്ചുവട്ടിൽ അഭയം പ്രാപിച്ചു. അന്ന് മുതൽ അപ്പൻ്റെ നിയന്ത്രണം മകൻ ഏറ്റെടുത്തു. ഇതിനാണ് പറയുന്നത് 10 ഗുണം 10 ഗുണം എന്ന്. ഏതായാലും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. സംഭവാമി യുഗേ യുഗേ.